കമ്മിറ്റി അംഗങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ അവതരിപ്പിച്ച കണക്കുകളൊക്കെ കീർത്തി വരും. അല്ല, ആരോ പറയുന്നത് കേട്ടു, നെടുങ്ങാടി കള്ളക്കണക്ക് എഴുതി കാശുകെതിരായിട്ട് ആളുകൾ പരാതി പറഞ്ഞാണ്. ചുമ്മാ. ഓഹോ, അല്ലെങ്കിലും ഈ പദവിയിലിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കാൻ നമ്മുടെ ജനങ്ങൾക്കറിയില്ല. കാരണം ഇന്ത്യക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ നമ്മൾ ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം. സായിപ്പേ, വെടിവെപ്പൊക്കെ എങ്ങനെ നടക്കണു? മൂപ്പരുടെ ഉണ്ട തീർന്നു. ഒരു വെടിക്കുള്ള ഉണ്ട എപ്പോഴും എന്റെ തൂക്കി കാണും. ആ ഉണ്ട സ്വന്തം നെഞ്ഞത്തേക്ക് വെച്ച് താങ്ങിക്കോളാം ഞാൻ പറഞ്ഞതാ. ഇന്ത്യക്കാരന്റെ വേറൊരു സ്വഭാവം എന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടുക. ബ്രണ്ടൻ സാഹിബ് എപ്പോഴും പറയും, യുവർ ലിബർട്ടി എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ് എന്ന്. എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് നിന്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു. ആ മൂക്ക് ഇടികൊണ്ട് ചമ്മന്തിയാവൂന്ന് കണ്ടപ്പോഴാ സായിപ്പന്മാർ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ബ്രിട്ടീഷുകാർ പോയത് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇവിടുത്തെ അധികാര കൊതിയന്മാര് സ്വയം ഭരിച്ചു കൊലയട്ടെന്ന് അവർക്ക് തീരുമാനിച്ചു. അയ്യടാ, പിന്നെ നിന്നിരുന്നെങ്കിൽ അവന്റെയൊക്കെ ശവം ഇവിടുന്ന് പാർസൽ അയക്കേണ്ടി വന്നേ. എന്താണ് 40 കൊല്ലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇപ്പൊ എന്തോന്നാണോ ഇതൊരുമാതിരി കൊച്ചുമില്ലാതെ പോലെ. സ്വാതന്ത്ര്യ സമരത്തെ അധിക്ഷേപിച്ച സംസാരിക്കാൻ എനിക്ക് സഹിക്കില്ല. 36 കൊല്ലം ബ്രിട്ടീഷുകാർ ഉപ്പും ചോർന്നു എന്നുള്ളതാണ്. അവരെ വിമർശിക്കുന്ന എനിക്ക് സഹിക്കില്ല. എന്നാ പിന്നെ താഴെ പോണോ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനിരിക്കുന്നു. ഫോട്ടോ എടുത്തച്ചാ, നിങ്ങൾ ചീട്ടിട്ട് എടുത്തച്ചാ. തനിപ്പിടിയല്ലേ? തനിപ്പിടിയല്ലേ? അതെ. തനിപ്പിടി. പക്ഷെ താൻ ആദ്യം കാശ് കാണിക്കണം. കാശുണ്ട്, കാണിക്കണോ? അതെന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസല്ലേ? ഇല്ല. അവസാനം കടം പറയാനും അടിപിടി ഉണ്ടാക്കാൻ പറ്റില്ല. അമ്പലം വിഴുങ്ങി. ദേഷ്യം പിടിപ്പിക്കല്ലേ? പൈസ കാണിക്കണോ? നല്ല പരിപാടിയാണല്ലോ മനുഷ്യനെ. ഇതുപോലെ ആരെങ്കിലും കള്ളക്കളി കാണിച്ച് പിടിച്ചാൽ 5 മേശ. അതുപോലെ. അതിനാരവിടെ കള്ളക്കളി കളിക്കണത്? താൻ തന്നെ. എങ്ങാനും കടം പറയാൻ ശ്രമിച്ചാൽ തന്റെ ഉടുപ്പ് ഉരുടെ വെക്കും. വെങ്കടേശ, ആരും കൈമാറി എടുക്കരുത്. അവനോന് വിളിച്ചതല്ലേ അവനോന് കിട്ടും. വൈദ്യരുടെ വിളി. 14. ഞാനൊരു വിട്ടു. ഞാനും വിട്ടു. എന്നടാ ജി? എടുത്തോണ്ട് വാ. എന്താ ഇല്ലേ? തീർന്നു പോച്ചി. തീർന്ന വാങ്ങിച്ചു വെക്കണ്ടേ വെങ്കടേശ? ഒരു കാര്യം ചെയ്യ്, പോയി വാങ്ങിച്ചോണ്ടോ. പോയി പാക്കട്ടോ. പാകം ഒന്നും വേണ്ട. ഇങ്ങനെ ഇളനീരിപ്പില്ലേ? വെട്ടി. അവന്റെ കാര്യം മോളറിയരുത്. ഈ ഇളനീര് വെട്ടറാ. വെട്ടറ നല്ലതാ കരുതേ. അത് നൂറ്റല്ല ഇറക്ക്. എന്തോ ഇറക്കം? ആറ് അവർക്ക് കണ്ടേ? കാണട്ടെ. കാണണോ? അയ്യോ, തള്ളിപ്പോയല്ലോ. എന്തേ? ചുമ്മാ. എന്താ വേണ്ടേ? കുപ്പി இல்ல சஞ்சி. എന്തിന്? நம்ம வைத்தியரை வீட்டு போறதுக்கு. സഞ്ചിയോ? ஆமா. സഞ്ചി ഇല്ലാതെ ചെന്നാ വൈദ്യരുടെ വീട്ടിൽ കയറ്റില്ലേ? அப்படி இல்ல, நம்ம அண்ணாச்சிக்கு பயங்கர சுமை. அப்ப வைத்தியரை வீட்டு போய் கஷாயம் வாங்குறதுக்கு. കഷായം സഞ്ചിയിൽ വെച്ചോണ്ട് വരുവോ? அப்படி இல்ல, கஷாயம் குப்பியில வாங்கி குப்பி சஞ்சியில வச்சு வர்றதுக்கு. വേല ഇറക്കല്ലേ വെങ്കടേശ. வேலையா? സ്ഥലം വിട്ടോ. സ്ഥലം വിടുന്നതാ തനിക്ക് നല്ലത്. அப்ப அண்ணாச்சி சுமை? ചുമച്ച് വയ്യാതാവുമ്പോ കഷായം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. சரி, போதும். നെടുങ്കാടിയേ, പൊട്ടിയിലോ? 13 വിളി. വൈദ്യരെ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കയ്യൊന്ന് കാണിച്ചേ. എടോ താൻ കയ്യൊന്ന് കാണിക്കോ. താൻ പൊട്ടിയടോ. എടോ കൈ കാണില്ലോ. ഇതെന്തോന്നാ ഇത്? എന്റെ ഡയമണ്ട് കൂടെ കള്ള വെട്ടി വെട്ടിയ പെരുങ്കള്ള. ഇതേ വെറുതെ തോന്നാസം പറയുന്നത്. ഞാനല്ല വെട്ടിയത്, എഴുത്തച്ഛനാ. ഞാനാണ് വെട്ടിയത്. അല്ല. ഓപ്പ് കളി. ഇന്ന് നിന്നെ തല്ലുള്ളി വെച്ചിട്ട് എന്റെ ഡയമണ്ട് വെട്ടിയിരിക്കുന്നു. കേക്ക്. ഞാൻ പറയണ്ട. 5 പൈസ കൊടുത്താൽ മതി. മേശയിലെ കസാല 5 പൈസ. അടുത്ത വീട്ടിലൊക്കെ ആളുകളുണ്ട്. എല്ലാരും കേക്കട്ടെ. എന്റെ ഡയമണ്ട് കള്ളം വെട്ടിയത്. എന്നെ വിളിച്ചാൽ ഞാനും വിളിക്കും. എപ്പോ നോക്കിയാലും അടിയും ബഹളം തന്നെ. ഏയ് പ്രശ്നമൊന്നുമില്ല, നെടുങ്ങാടി എന്നെ തെറ്റിദ്ധരിച്ചതാ. മതി കളിച്ചത്. അല്ല മോളെ ചീട്ട് തരില്ല. അല്ല, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
എന്തോ ചെയ്യുമെന്ന് പറ. സമാധാനമായിട്ടൊന്ന് കളിക്കാന്ന് വെച്ചാൽ അപ്പ തുടങ്ങിക്കോളും എല്ലാം കൂടെ. അയ്യോ അണ്ണാച്ചി പോച്ചി